നമസ്കാരം. നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് മറ്റൊരാൾ പ്രവർത്തിക്കാതെ വരുമ്പോൾ മറ്റൊരാളോട് നമുക്ക് ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട്. ഇന്ന് അത്തരത്തിലൊരു ദേഷ്യപ്പെടുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പേര് മോഹൻ ജോളി വർഗീസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഈ പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും പല മാതാപിതാക്കളും സുഹൃത്തുക്കളും മറ്റാൾക്കാരോട് ദേഷ്യപ്പെടുന്നതും തൻ്റെ മക്കളോട് ദേഷ്യപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണം അവർ പ്രതീക്ഷിക്കുന്ന പോലെ അപ്പുറത്തെ ആൾ പ്രവർത്തിക്കാതെ വരുമ്പോഴാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പിതാവിനോ മാതാവിനോ മകനോടോ ദേഷ്യം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവരുടെ ചിന്താഗതികൾക്കനുസരിച്ച് ആ മക്കൾ എത്താതെ വരുമ്പോഴാണ് അവർക്ക് ദേഷ്യം വരുന്നത്. ഒരു എക്സ്പെക്റ്റേഷനാണ്. ഓരോ കാര്യത്തിലും എൻ്റെ കുഞ്ഞിങ്ങനെ ചെയ്യും, എൻ്റെ കുഞ്ഞ് ഈ ലെവലിൽ എത്തുമെന്നൊരു എക്സ്പെക്റ്റേഷനാണ്. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്ത് വരുമ്പോഴാണ് പലപ്പോഴും മാതാപിതാക്കൾക്ക് മക്കളോട് ദേഷ്യം ഉണ്ടാകും. ഞാൻ പറയുന്നു, ലോകത്തിൻ്റെ കീഴിൽ യാതൊരുവിധമായ എക്സ്പെക്റ്റേഷനും ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിളായിട്ടുള്ള കുട്ടികളുടെ മാതാപിതാക്കളാണ്. അവരെന്ത് എക്സ്പെക്റ്റേഷനാണ് മക്കൾക്ക് മേലുണ്ടാകുന്നത്? ആ കുഞ്ഞിനെ വളർത്തുമ്പോൾ അതിനെ സംരക്ഷിക്കുമ്പോൾ അവർ യാതൊരുമായ രീതിയിൽ ഒരു പ്രതീക്ഷ ആ കുഞ്ഞിന് വെക്കുന്നില്ല. ചിലപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോകാം, ജീവിതകാലം മുഴുവനും ആ കുഞ്ഞ് ഡിസേബിളായിട്ട് തന്നെ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. സമൂഹത്തിൻ്റെ മുന്നിൽ അവർ അനുഭവിക്കുന്ന വിഷമം, വേദന, പ്രതിസന്ധികൾ, നാണക്കേടുകൾ, ഇതൊക്കെ തരണം ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോഴും തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്കല്ലേ വലിയൊരു അവാർഡ് കൊടുക്കേണ്ടത്? യാതൊരുമായ പ്രതീക്ഷയില്ലാതെ ആ കുഞ്ഞിനെ വളർത്തുകയാണ്. ദൈവം കൊടുത്ത ഒരു കുഞ്ഞിനെ വളർത്തുകയാണ്. പലപ്പോഴും നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മൾ തുറന്നു പറയുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാധനാലയമാണ്. ഒരു പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ആരാധനാലയത്തിൽ പോയി നമ്മുടെ വിഷമങ്ങളെല്ലാം തുറന്നു പറയാൻ ശ്രമിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിൽ നിൽക്കുമ്പോൾ എൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പള്ളിയിൽ പറയുന്നുണ്ട്. പ്രാർത്ഥനയിൽ ഞാൻ ഓർക്കുന്നുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ശാരീരികമായ പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിൽ അലട്ടുന്ന മറ്റ് പ്രശ്നങ്ങൾ, മറ്റാരോടും പറയാൻ പറ്റാത്ത എൻ്റെ മാനസികമായ ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്നെ അലട്ടുന്നുണ്ട്. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം ഇതിൽ നിന്നൊക്കെ എന്നെ കരകയറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സമയം ഇടയ്ക്ക് എപ്പോഴും ഞാനിങ്ങനൊരു അശരീരി കേൾക്കുന്നുണ്ട്. അശരീരി എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുകയില്ല, ഒരു കൊച്ചിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് കണ്ണ് വെട്ടിച്ച് നോക്കിയപ്പം ഏതാണ്ട് 12-13 വയസ്സുള്ള ഒരു മകൻ അമ്മയുടെ കൂടെ നിന്ന് അതേ കുർബാന കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റ നോട്ടത്തിനെ അറിയാം മകൻ ഓക്കെ അല്ല, അവൻ എന്തോ ഡിസേബിലിറ്റി ഉണ്ട്, ഒരു ഓട്ടിസോ എന്തോ ഉണ്ട് ആ കുഞ്ഞിന്. പക്ഷെ ഞാൻ എൻ്റെ ഒരു സ്ലൈറ്റ് വ്യൂവിലേ കണ്ടുള്ളൂ, ഞാൻ വ്യക്തമായിട്ട് ആ കുഞ്ഞിനെ കണ്ടില്ല. അതിനുശേഷം ഈ അമ്മ ഈ കുഞ്ഞിനെ കുർബാന കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴാണ് ഈ കുഞ്ഞിനെ പൂർണ്ണമായി എനിക്ക് കാണാൻ സാധിച്ചത്. 12-13 വയസ്സുള്ളൊരു മകനാണ്. നല്ല ടിപ്പനായിട്ട് ഒരുക്കി, നല്ല ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച്, അമ്മയും ഏകദേശം അതേ മാച്ച് ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. ആ കുഞ്ഞിനെ അമ്മ കൊണ്ടുപോകണം. അവന് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവൻ ഓട്ടിസം ബാധിച്ച കുഞ്ഞാണ്. അമ്മയെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് ഇടയിൽ ഒരു 5 പ്രാവശ്യം അവൻ അമ്മയെ ഉമ്മ കൊടുത്ത് കൊണ്ടുപോവാണ്. അമ്മയെ അവനിങ്ങനെ ഉമ്മ വെക്കുകയാണ്, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനെ സംബന്ധിച്ചുള്ള അമ്മയാണ് അവൻ്റെ ലോകം, അതായിരിക്കും. അങ്ങനെ കൊണ്ടുവന്ന് കുർബാനയൊക്കെ സ്വീകരിച്ച് വരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ അമ്മയുടെ മുഖത്ത് സന്തോഷം എന്നൊരു സാധനം ഞാൻ കണ്ടില്ല. വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ ആ സമയം നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയോട് പറഞ്ഞ എല്ലാ എൻ്റെ ആഗ്രഹങ്ങളും മാറ്റിവെച്ചേരെ. എന്തെങ്കിലും എൻ്റെ മേൽ നന്മ കാണുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊക്കെ തട്ടിച്ചു നോക്കുമ്പം ഒന്നുമേ അല്ല. ഞാൻ പറഞ്ഞതെന്തിനാണെന്നറിയോ? ഈ വീഡിയോ ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സമൂഹത്തിൽ ഒത്തിരിയും കുഞ്ഞുങ്ങൾ ഈ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. പലപ്പോഴും ആ കുഞ്ഞുങ്ങളെ നമ്മൾ ചിലപ്പം ഒരു വേറെ സൈഡിലേക്ക് മാറ്റി നിർത്തും, അല്ലെങ്കിൽ അത്തരം പേരൻസിനെ മാറ്റി നിർത്തും. ചില പേരൻസ് ആണെങ്കിൽ ഇത്തരം കുഞ്ഞുങ്ങളെ തന്നെ ഒതുക്കി നിർത്താറുണ്ട്, എങ്ങും കൊണ്ടുപോകത്തില്ല. ഒരു മുറി ചിലപ്പോൾ അടച്ചിട്ടേക്കുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിർത്തിയേക്കുമായിരിക്കും. നോക്കാൻ വയ്യ എന്ന് കരുതി അനാഥാലയത്തിലോ അല്ലെങ്കിൽ മറ്റിങ്ങനത്തെ കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നിർത്തി ജോലിക്ക് പോകുന്ന പേരൻസ് ഉണ്ട്. എനിക്കറിയാവുന്ന പല വ്യക്തികളുമുണ്ട്. ഞാൻ പറഞ്ഞ അവർക്കിടയിൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം മാതാപിതാക്കൾ, യാതൊരുമായ പ്രതീക്ഷയുമില്ലാതെ സംരക്ഷിക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ. പലതരത്തിലുള്ള ഡിസേബിലിറ്റീസ് ഉണ്ടാവാം, ഓട്ടിസം ഉണ്ടാകാം, മറ്റ് പല രീതിയിലുള്ള ഒരുപാട് ഡിസേബിൾഡ് കുട്ടികളുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ബഹാനിലുള്ള ഒരു അങ്കിളിനെ ഞാൻ പരിചയപ്പെട്ടു. അദ്ദേഹം എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കൊരു മെസ്സേജ് അയച്ച് പരിചയപ്പെട്ടാണ്. അദ്ദേഹത്തിനുള്ള മകന് വളരെ
കൊച്ചു പയ്യനാണ്, ഒരുപാട് ഡിസേബിലിറ്റീസ് ഉണ്ട്. പക്ഷേ അവൻ അതിൻ്റെ ആ ബുദ്ധിമുട്ടിൽ നിന്നും അവനെ അച്ചീവ് ചെയ്തിരിക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. റെക്കോർഡ് വരെ ഭേദിച്ചൊരു പയ്യനാണ്. കൊച്ചു കുഞ്ഞാണ്, ഒത്തിരി പ്രായം കുറവൊന്നല്ല, എങ്കിലും വീൽ ചെയറിൽ സഹായത്തോടെ പോവുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അങ്കിള് ഒരു കുഞ്ഞിനൂടെ ആഗ്രഹിക്കാൻ എന്താ, നിങ്ങൾ എന്തുകൊണ്ട് ഒരു കുഞ്ഞിനെ കൂടെ വേണമെന്ന് ചിന്തിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അദ്ദേഹം തന്ന മറുപടി എന്ന് പറഞ്ഞാൽ, മോനെ, ദൈവം എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ മാത്രം നോക്കാനാണ് എനിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ കുഞ്ഞിന് വേണ്ടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത്, ഇന്ന് സമൂഹത്തിൽ നമ്മൾ പല ആൾക്കാരും മാറ്റപ്പെട്ട് നിർത്തുന്ന ഒരു വിഭാഗം ആളുകളാണിത്. അവരെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അവരും നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ്. അത്തരം മാതാപിതാക്കളെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കണം. നല്ലൊരു മനസ്സ് കൊടുത്ത് അവർക്ക് ബിഗ് സല്യൂട്ടാണ്. എന്താ പറയുക, എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ മുന്നിലും ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ അവരെ അവോയ്ഡ് ചെയ്യാതെ അവരെ സംരക്ഷിച്ച് കൂടെ നിർത്താൻ തന്നെ ശ്രമിക്കുക. ആ അപ്പനും അമ്മയ്ക്കും ഒരു ആശ്വാസവാക്കോ അല്ലെങ്കിൽ ഒരു ആശ്വാസമായി നമ്മൾ മുന്നോട്ട് പോകാൻ ഇടയാക്കട്ടെ. താങ്ക് യു.